അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോണത് ഹൗ ടു ഡിസൈഡ് ദ റിപ്പീറ്റർ ലൊക്കേഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് സെർവർ ലൊക്കേഷനെ കുറിച്ചായിരുന്നു. സെർവർ എവിടെ ഇൻസ്റ്റാൾ ചെയ്യണം? നമുക്ക് ഏറ്റവും അധികം കമ്പ്യൂട്ടറുകൾ വരുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കണം സെർവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും അധികം കമ്പ്യൂട്ടറുകൾ വന്നത് എവിടെയാണ്? നമ്മുടെ ഫിനാൻസ് ബ്ലോക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അടുത്തതായിട്ട് റിപ്പീറ്റർ എവിടെ ഇൻസ്റ്റാൾ ചെയ്യണം? എന്തിനാണ് റിപ്പീറ്റർ ഇൻസ്റ്റാൾ ചെയ്യണത്? നമ്മൾക്ക് നെറ്റ്വർക്കിലൂടെ സിഗ്നൽസ് പാസ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് പോണ സമയത്ത് ചില സമയത്ത് ആ സിഗ്നൽസ് വീക്ക് ആകുന്നു. അങ്ങനെ വീക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആ സിഗ്നൽസിനെ ഒന്ന് സ്ട്രോങ് ആക്കണം. അങ്ങനെ ആക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ കൂടെ ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ആ ഡെസ്റ്റിനേഷൻ, അതായത് ലക്ഷ്യസ്ഥാനത്ത് അത് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ വീക്കായി കഴിഞ്ഞിട്ടുള്ള സിഗ്നൽസിനെ നമുക്കൊന്ന് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം, ഒന്ന് അതിനെ ശക്തിയാക്കണം. അപ്പം അതിനു വേണ്ടി വെക്കുന്നതാണ് റിപ്പീറ്റർ. ഇനി നോക്കാം, ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ് യൂസ് ചെയ്യണതെങ്കിൽ 100 മീറ്റർ അബവ് വരുമ്പോൾ അവിടെയാണ് റിപ്പീറ്റർ കണക്ട് ചെയ്യുന്നത്. കോആക്സിയൽ കേബിൾ ആണെങ്കിൽ എവിടെയാണോ 500 മീറ്റർ എബവ് ആവുന്നത് അവിടെ കണക്ട് ചെയ്യാം. ഫൈബർ ഓപ്റ്റിക് കേബിൾ ആണെങ്കിൽ 80 മുതൽ 100 കിലോമീറ്റേഴ്സ് വരെ മിനിമം ഡിസ്റ്റൻസ് കണക്കാക്കുന്നു. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ സാറ്റലൈറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം സാറ്റലൈറ്റിലൂടെ അപ്പോൾ നമുക്കത് എത്ര ദൂരം വേണമെങ്കിലും അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിടാനായിട്ട് സാധിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫയർവാൾ വേണം എന്നുള്ളതാണ്. കാരണം അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്, ആരെങ്കിലും അതിലേക്ക് അറിയാതെ അനധികൃതമായിട്ട് കയറി കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് എപ്പോഴും ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഫയർവാൾ കൂടി അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം, ഇപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും അധികം കാണുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്കറിയാം ഇപ്പോൾ കേബിൾ TV, അതേപോലെ തന്നെ ഇപ്പോൾ ഫൈബർ ഓപ്റ്റിക് കേബിള്, അതേപോലെ നമുക്ക് ഇന്ന് എപ്പോഴും ഫ്രീ വൈഫൈ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇന്നുണ്ട്. ഏറ്റവും ആദ്യം നമുക്കുണ്ടായിരുന്നത് ബ്രോഡ്ബാൻഡ് ആയിരുന്നു. അപ്പോൾ ആ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് സ്ലോ ആയി വരാൻ തുടങ്ങിയ സന്ദർഭത്തിലാണ് പിന്നീട് അത് വൈഫൈ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഫൈബർ നെറ്റ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വളരെയധികം സ്പീഡോടുകൂടി പെട്ടെന്ന് ഡൗൺലോഡിംഗ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും ഫൈബർ നെറ്റിൽ ഭയങ്കര സ്പീഡും എഫിഷ്യൻസിയോട് കൂടി നമുക്കതിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ്? നെറ്റ്വർക്കിന്റെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് ഏറ്റവും അധികം നല്ലതാവുന്നത് എപ്പോഴാണ്? ഫാസ്റ്റർ ആൻഡ് സെക്യൂർഡ് ആക്സസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഭാഗമായിട്ട് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കേബിൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് നമുക്ക് പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് പെർഫെക്റ്റ് ആണ്. അല്ലാന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്ക് പെർഫെക്റ്റ് അല്ല എന്ന് പറയാം. ഇനി ഹബ്ബോ സ്വിച്ചോ നമ്മൾ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ് അടുത്തത്. എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾ വെൻ ദർ ആർ മോർ ദാൻ 1 കമ്പ്യൂട്ടർ ഇൻ എ ബ്ലോക്ക്. ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടോ എങ്കിൽ നമുക്ക് അവിടെ ഹബിനെ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഹബിനെ എന്തിനാ ഉൾപ്പെടുത്തണേ? കാരണം നമുക്ക് ഭാവിയിൽ ഇനി കൂടുതൽ കമ്പ്യൂട്ടറുകളെയൊക്കെ നമ്മളുടെ നെറ്റ്വർക്കിലേക്ക് നമ്മൾ കയറ്റുന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നെറ്റ്വർക്ക് ട്രാഫിക് ഇല്ലാതെ തന്നെ നമ്മുടെ ഡാറ്റാസ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിടാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് നമ്മൾ വെക്കുന്നത്. അതിൽ ഹബ്ബ് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹബ്ബിൽ നിന്നും ഒരു പോർട്ടിലൂടെ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും സെപ്പറേറ്റ് പോർട്ടിലൂടെ കേബിളിലൂടെ കണക്റ്റഡ് ആവുന്നുണ്ട്. സ്വിച്ച് ആണ് വെക്കുന്നതെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഹബ്ബ് പോലെ എല്ലാത്തിലേക്കും ആ ഡാറ്റ പോകുന്നില്ല. ഏതിലേക്കാണോ പർട്ടിക്കുലർ ആയിട്ട് പോകേണ്ടത് അതിലേക്ക് മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റ്വർക്കും നെറ്റ്വർക്ക് കൊണ്ടുള്ള പ്രയോജനങ്ങളും നമുക്ക് മനസ്സിലാക്കി നെറ്റ്വർക്ക് ലേ ഔട്ടിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടോപ്പോളജി ഏതാണെന്ന് ചോദിക്കും. അതുപോലെ മിനിമം കേബിൾ ലെങ്ത് കൊണ്ട് നമ്മൾ ഏത് ടോപ്പോളജി നമുക്ക് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണ് റിപ്പീറ്റർ ഫിക്സ് ചെയ്യേണ്ടത്, അതേപോലെ ഏതായിരിക്കണം നമ്മുടെ സെർവറായിട്ട് ഉപയോഗിക്കേണ്ടത്. അതും കഴിഞ്ഞ് നമുക്ക് വയർലെസ് മീഡിയ പ്രിഫറബിളി ഏതാണ് നല്ലത്, കുറേ ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ ഇനി അത് ആരാണ് ഗവേൺ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിലൂടെ നമ്മൾ പഠിച്ചത്.